ഹായ് വ്യൂവേഴ്സ്, നിങ്ങൾക്ക് ഇത് യൂണിവേഴ്സിറ്റിയുടെ എന്ത് ഗൈഡൻസ് മെസ്സേജാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായി തരാൻ പോകുന്നത് എന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 3 വ്യത്യസ്ത ഫയലുകൾ തിരഞ്ഞെടുപ്പിച്ചിട്ടുണ്ട്. ഇത് ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2, ഫയൽ നമ്പർ 3. ഫയൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റോൺ നിങ്ങൾ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പൂവ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഫയൽ നമ്പർ 2 ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നോക്കൂ, ഈ സ്റ്റോൺ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ല, ഫയൽ നമ്പർ 3 ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ യെല്ലോ ഷെയ്ഡാണ്. ഇത് ക്യാമറ കാണുമ്പോൾ യെല്ലോ ഷെയ്ഡാണോ വൈറ്റ് ഷെയ്ഡായിട്ട് എടുത്തു. യെല്ലോ ഷെയ്ഡ് ഒരു ജസ്റ്റ് വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ പൂവ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫയൽ നമ്പർ 1. ഫയൽ നമ്പർ 2 ഇതൊരു വയലറ്റ് ഫ്ലവർ, ഇത് റോസ് ഫ്ലവറാണ്. ഇത് വയലറ്റ് ഷെയ്ഡാണ്, വേറെ പാൻസി എന്ന് പറയുന്ന ഫ്ലവറാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഇഷ്ടമുള്ള ഒരു ഫയൽ ചൂസ് ചെയ്യാം. ഫയൽ ചൂസ് ചെയ്യുന്നതിനായിട്ട് മുമ്പ് നിങ്ങളൊരു 30 സെക്കൻഡ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കണ്ണടച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സ് എന്താണോ, ഏത് ഫയലാണോ തിരഞ്ഞെടുക്കാൻ പറയുന്നത് ആ ഫയൽ കൃത്യമായി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഫയൽ ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫയൽ നമ്പർ 1 ചൂസ് ചെയ്ത റീഡിങ്ങിലേക്ക് പോകാം. ഇതാണ് ഫയൽ നമ്പർ 1. ഫയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് ഇത് നൽകാൻ പോകുന്നത് എന്ന് നോക്കാം. ഷഫ്ലിംഗ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിർത്തിയിൽ കുട്ടി അവർ കാണാൻ സാധ്യതയായിരിക്കും. നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഡെയിലി ഇതുപോലെ ഗൈഡൻസ് യൂണിവേഴ്സ് പറയുന്നത് ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് മെസ്സേജ് സന്ദേശം ഞാൻ എത്തിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വന്ന ഗൈഡൻസ് മെസ്സേജ് ഫയൽ നമ്പർ 1 തിരഞ്ഞെടുത്തവർക്ക് എന്താണെന്ന് നോക്കാം. ബോട്ടം വന്നിരിക്കുന്നത് 3 ഓഫ് പെന്റക്കിൾസ് ആണ്. ബോട്ടം വന്നിരിക്കുന്നത് 3 ഓഫ് പെന്റക്കിൾസ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് പെന്റക്കിൾസ് ആണ്. നമുക്ക് മറ്റ് കാർഡുകൾ കൂടി നോക്കിയിട്ട് ഫലം പറയാം. 7 ഓഫ് സ്വർഡ്സ് റിവേഴ്സ് ആണ്. 7 ഓഫ് സ്വർഡ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സ്വർഡ്സ് റിവേഴ്സ്, കിങ് ഓഫ് കപ്സ് റിവേഴ്സ്, നിരാശ, വിട്ടുപോയതിൻ്റെ വേദന, കലങ്ങി മറിഞ്ഞ അവസ്ഥ, എല്ലാ ഇമോഷൻസൂടെ ഒരു കലക്ക വെള്ളത്തിൽ കലങ്ങിയ അവസ്ഥ, ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, എന്ത് ചെയ്തിട്ടും ഒരു ഉന്നമനം അല്ലെങ്കിൽ ഒരു ഉയർച്ച വരാത്ത സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. നന്നായി പരിശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു ദുഃഖം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരണം. പക്ഷേ നിങ്ങൾക്ക് വളരെ പതിയെ മാത്രമാണ് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നത്. ഒറ്റയടിക്ക് നമുക്ക് എല്ലാ ദുഃഖങ്ങളും മറക്കാനൊന്നും ആർക്കും കഴിയില്ല. പതിയെ നമ്മൾ ഇപ്പോൾ ജോലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ പതിയെ എല്ലാം ശരിയായി തീർച്ചയായും മുന്നോട്ട് വരും. പക്ഷേ നമ്മൾ അതിന് വേണ്ട ആക്ഷൻസ്, ഇപ്പോൾ ഇമോഷൻസും നിങ്ങൾക്ക് റിലേഷൻസ് ആണ് ഇഷ്യൂ എങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പറഞ്ഞ്
ഒരു ക്ലാരിറ്റിയോടെ എന്ത് സ്നേഹബന്ധമായാലും സൗഹൃദമായാലും വഴക്ക് പ്രശ്നം എന്തെങ്കിലും വന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ വളരെ വേദന അനുഭവിക്കുന്നുണ്ട് എങ്കിൽ വളരെ കാമായിട്ട് വളരെ പതിയെ അതൊന്ന് പറഞ്ഞ് പരിഹരിക്കാനുള്ള ബേബി സ്റ്റെപ്സ് എടുക്കുക. തീർച്ചയായും നിങ്ങൾ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ടാവും, ഇൻ്റർവ്യൂസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെ പതിയെ ഒരു ഗ്രോത്ത് തീർച്ചയായും ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ ഓൺ ദി സ്പോട്ട് വേഗം ഒരു ഗ്രോത്ത് എന്നല്ല കാണിക്കുന്നത്. സ്ലോലി നിങ്ങളുടെ സാഹചര്യമൊക്കെ മാറി നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്ത് തന്നെ ആയാലും അതിലൊരു മുന്നേറ്റം വരും. നിങ്ങൾ പരിശ്രമിക്കുന്ന ജോലിയാകാം, ഇനി വ്യക്തിബന്ധങ്ങളിലെ വിഷയങ്ങൾ പരിഹരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ വർക്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാകും. ബട്ട് ഇറ്റ്സ് സ്ലോ എനർജി, കുറച്ച് പതിയെ ഉള്ള ഒരു മൂവിങ് ആണ് കാണുന്നത്. സാരമില്ല, ഒരു സൈക്കിളിൽ ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു സാഹചര്യം, നിങ്ങൾക്കൊരു ദുഃഖം നിറഞ്ഞ അവസ്ഥ, അതിൽ നിന്ന് പുറത്തു വരാനുള്ള സമയവും കൂടി യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടം ഒരുപക്ഷെ വളരെ മോശപ്പെട്ട, നിരാശ നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ സാമ്പത്തിക ഞെരുക്കങ്ങൾ, നടക്കാതെ പോയ ആഗ്രഹങ്ങൾ, വിട്ടുപോയ വ്യക്തിബന്ധങ്ങൾ, ഇതെല്ലാം ഒരു എൻഡിങ്ങിൽ എത്തി. ഒരു ബിഗിനിങ് എൻഡിങ് പറഞ്ഞ ടാരോയിൽ ഒരിക്കലും കംപ്ലീറ്റ് എൻഡിങ് അല്ല. അത് തീർച്ചയായിട്ടും അവിടെ ഒരു നല്ല സുവർണ അവസരം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ ഓരോ ബേബി സ്റ്റെപ്സായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു സക്സസ്സിലേക്കും എത്തിച്ചേരും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു എൻഡിങ്ങിലൂടെ കടന്നു പോകേണ്ടതായ സാഹചര്യം ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലൂടെ നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകണം. കടന്നു പോയി കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ വ്യക്തിബന്ധങ്ങൾ, പുതിയ ജോലി അവസരങ്ങൾ, സാമ്പത്തിക മുന്നേറ്റം, ഇവയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും വരും. വേൾഡ് ഒരു വിഷ് കാർഡ് കൂടിയാണ്. നിങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെട്ട ചിലതൊക്കെ പരിപൂർണമായി, ചിലർക്ക് വിട്ടുപോയേക്കാം, ചിലർക്ക് അതിൽ ഒരു പുതിയ ഗ്രോത്തോടെ മുന്നോട്ട് കിട്ടിയേക്കാം. ഇപ്പോൾ ജോലിയിലാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറി കുറച്ചുകൂടെ നല്ലൊരു സഹപ്രവർത്തകരുമായി ഒരു സാമൂഹ്യ ബന്ധം നിർത്താൻ സാധിക്കും. ഇപ്പോൾ സ്നേഹബന്ധങ്ങളിലാണെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ചിലർക്ക് ചിലത് വിട്ടു പോകേണ്ടതാണ് എങ്കിൽ വിട്ടു പോകുമെന്നും കാണുന്നുണ്ട്. അത് ജോലിയാകാം, വ്യക്തിബന്ധങ്ങളാകാം. മേ ബി ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഫിനാൻസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല ഒരു ഗ്രോത്ത്, ഒരു നല്ല ജോലി, ഇപ്പോഴുള്ള ജോലിയിൽ ഒരു നല്ല പ്രമോഷൻസ് ഒക്കെ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാർഡുകൾ സംസാരിക്കുന്നത്, നമ്മളോട് പറയുന്നത്, ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കാർഡ് നമ്പർ പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് കിട്ടുന്ന ഗൈഡൻസ് ആണ്. ഇതാണ് ഗൈഡൻസ്. ഓക്കെ, പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് എന്ത് യൂണിവേഴ്സ് ഗൈഡൻസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഷഫിൾസ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് കിട്ടി കാണാതായിട്ട് ഓൾറെഡി ഞാനെൻ്റെ വീഡിയോസിൽ ഷഫിൾസിൽ ഉണ്ട് സ്പീഡ് നിങ്ങൾക്ക് വളരെക്കാതിരിക്കാൻ വീഡിയോയിൽ ഷഫിൾസ് ചെയ്യുന്നതായിരിക്കും. ഇത് ഷഫിൾസ് കാണാൻ ബുദ്ധിമുട്ടുള്ള അത് വേണമെങ്കിൽ കുറച്ച് കൂട്ടി കാണാൻ സാധിക്കും. ഓക്കെ, ബസ് നിങ്ങൾക്ക് നിരക്കാവുന്ന ഗൈഡൻസ് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നോക്കാം.
ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ ഒരു നിരാശ, അങ്ങേയറ്റ നിരാശ നിറഞ്ഞ ഒരു മനുഷ്യനെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് കാർഡ് നോക്കാം. ഫുൾ എൻഡിങ് സാരമില്ല. ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയാതെ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥ, ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ കുടുങ്ങിയിരിക്കുന്ന റിലേഷൻ, ബ്രേക്കപ്പ്, ജോലിയിൽ പ്രശ്നം, റിലേഷൻസിലെ സാമ്പത്തികം, സകല പ്രശ്നങ്ങളും അനുഭവിച്ച് അതിൻ്റെ അവസാനത്തിൽ ആ മോശപ്പെട്ട സാഹചര്യത്തിൻ്റെ എൻഡിങ്ങിൽ എത്തിയിരിക്കുന്ന ഒരാൾ. വളരെ റിലേഷൻസ് ബ്രേക്കായി, വളരെ ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്ട്, സെപ്പറേഷൻ, വാക്കുതർക്കം, പ്രശ്നങ്ങൾ, വളരെ ഒരു കുടുങ്ങി സ്റ്റക്കായി നിൽക്കുന്ന പോലെ ഒരു പ്രണയം. റിലേഷൻസ് ആണെങ്കിൽ വളരെ സ്റ്റക്കായി, ജോലിയിലാണെങ്കിൽ മുന്നേറ്റം ഒന്നുമില്ല, അവിടെയും സ്റ്റക്കായി. ഇനി സാലറി പ്രോപ്പറായി കിട്ടുന്നുണ്ടാവില്ല, മേ ബി ജോലിക്ക് ശ്രമിച്ചിട്ട് ഒന്നും ശരിയാവുന്നുണ്ടാവില്ല, അതൊന്നും കിട്ടുന്നുണ്ടാവില്ല, സാമ്പത്തികമായി വളരെയധികം ഞെരുക്കം, സ്റ്റക്കായി കുടുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ എനിക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് കൃത്യമായി അറിയാൻ കഴിയാത്ത ഒരവസ്ഥ. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്ന് പോലും കുടുങ്ങി, ഒരു തീരുമാനം ഇല്ലാതെ, ക്ലാരിറ്റി ഇല്ലാതെ ഇരുട്ടിൽ തപ്പുക എന്ന് പറയും, ഇരുട്ടിൽ തപ്പുന്ന ഒരു മനുഷ്യൻ. ബോട്ടം എൻഡിങ്, ബോട്ടം വന്നിരിക്കുന്നത് 10 of Swords ആണ്. ഇതും എൻഡിങ് ആണ്. ഒരു വഴക്ക്, തർക്കം, കലഹങ്ങള് ഒക്കെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന മാനസിക പ്രയാസം, സ്ട്രെസ്, ടെൻഷൻ, ആകെപ്പാടെ ഒരു കലങ്ങി മറിഞ്ഞ് കുഴഞ്ഞ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജെൻഡർ എനിക്ക് സ്ത്രീയോ പുരുഷനോ ആരുമാകാം, ഇത് തന്നെ ആയാലും ഒരു വളരെ മോശപ്പെട്ട സാഹചര്യമാണ്, ഒരു കൺഫ്യൂഷനൊക്കെയാണ്, കലങ്ങി മറിഞ്ഞ് കുഴഞ്ഞ അവസ്ഥയൊക്കെ ആണെങ്കിലും തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ വളരെ നിങ്ങൾക്ക് സ്ഥിരത, നല്ലൊരു ലൈഫിലേക്ക് എത്തും. ഇപ്പോൾ ഒരു എൻഡിങ് സാഹചര്യം, ഒരു കുഴങ്ങി മറിഞ്ഞ അവസ്ഥയൊക്കെ ആണെങ്കിലും പതിയെ നിങ്ങൾ എന്തിനൊക്കെയാണോ എഫർട്ട് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ ജോലിക്കായാലും വ്യക്തിബന്ധങ്ങൾക്കായാലും, ഇവൻ എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലെന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മണി റിലേറ്റഡ് ഇഷ്യൂസോ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രതീക്ഷ വെച്ച സ്നേഹബന്ധങ്ങളിലെ തകർച്ചയൊക്കെ ആണെങ്കിൽ പേടിക്കണ്ട. ഇപ്പോൾ ഒരു വലിയ തകർച്ച വന്നെങ്കിലും പതിയെ അതിൽ നിന്ന് പതിയെ കരകയറാൻ നിങ്ങൾക്ക് സാധിക്കും. ചില വ്യക്തികൾക്ക് അതിൽ നിന്നും ഒരു കംപ്ലീറ്റ് എൻഡ് ആയിട്ടില്ല, ചിലർക്ക് അതിൽ നിന്ന് പതിയെ ഒരു ഗ്രോത്ത്, പുനരുജ്ജീവനം, അതായത് നഷ്ടപ്പെട്ടു എന്ന് സമ്പൂർണ്ണമായി കരുതിയെടുത്തതിന് ചിലർക്ക് അതൊരു റിവൈവൽ, ഒരു പുനരുജ്ജീവനം ഉണ്ടാകും. മറ്റു ചിലർക്ക് അതൊരു സമ്പൂർണ്ണ എൻഡിങ്ങും 10 of Swords ആകുന്നത്. സമ്പൂർണ്ണ എൻഡിങ്ങും ചിലർക്കാകാം. ചിലർക്ക് ഈ ഒരു തകർച്ചാ കാലഘട്ടത്തിന് ശേഷം അവയ്ക്ക് ഒരു റിവൈവൽ. ഇവിടുന്ന് കണ്ടോ, ഇവിടെ ഈ വ്യക്തി വളരെ പ്രതീക്ഷയോടെ ചെയ്ത ഫിനാൻസ് ആയിരിക്കാം, വ്യക്തിബന്ധം, എന്തോ അദ്ദേഹം വളരെ പ്രതീക്ഷ കൊടുത്ത് ചെയ്ത കാര്യം ആദ്യം സ്റ്റക്കായി, പിന്നെ അവിടെ നിന്ന് അതിനൊരു റീഗ്രോത്ത് ഉണ്ടാവുന്നു, പുതിയൊരു പുനരുജ്ജീവനമാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ നിങ്ങൾ എന്ത് സാഹചര്യത്തിലാണോ ഇപ്പോൾ കുടുങ്ങി എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അതിൽ നിന്ന് പതിയെ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് പുനരുജ്ജീവനം, ഒന്നുകിൽ ആ പ്രശ്നത്തിന് പുതിയൊരു സൊല്യൂഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റം ആ കാര്യത്തിൽ സംഭവിക്കാം. ചിലർക്ക് ഒരു നഷ്ടപ്പെട്ട ഒരു കംപ്ലീറ്റ് സൈക്കിൾസ്, ഒരു സാഹചര്യത്തിൽ ഫുൾ എൻഡായി പോയതും കാണാൻ പറ്റുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും ചില കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ചിലതിൽ നമ്മൾക്ക് ഹോപ്പ് വെച്ചാൽ അത് മുന്നോട്ട് അതിന് വരുമെന്ന് നമ്മുടെ ഇൻറ്റ്യൂഷൻ നമ്മളോട് പറയും. വെയിറ്റ് ചെയ്യൂ, നിനക്കതിൽ ഗ്രോത്ത് വരും എന്ന് നമ്മളുടെ ഇൻഡ്യൂഷൻ ചില കാര്യങ്ങൾക്ക് പറയും. അങ്ങനെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഒക്കെ ശരിയാകും എന്ന് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും
നിങ്ങൾക്ക് ഹോപ്പ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റും. അതേസമയം ചില കാര്യങ്ങൾ ഓക്കെ ഇനി ഇത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നതെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാം. ഓക്കെ, ചിലത് അങ്ങനെയാണ് പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന സാഹചര്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സ് പറയുന്നെങ്കിൽ പ്രതീക്ഷ വെക്കാൻ തന്നെ സാധിക്കും. അതിലൊരു പുനരുജ്ജീവനം ഉണ്ടാകും. അല്ലാതെ ഓക്കെ ഇനി മൊമെന്റ്സ് ഇല്ല എന്ന് നിങ്ങളുടെ സ്വയം ഫീൽ ചെയ്യുന്നതാണെങ്കിൽ അവിടെ പിന്നെ വളവും വെള്ളവും ഒഴിച്ചിട്ട് കാര്യമില്ല. കാരണം അവിടെ ഗ്രോത്ത് കാണുന്നില്ല. അവിടെ ഒരു എൻഡിങ് ആണ്, ഒരു ദുഃഖം നിറഞ്ഞ സാഹചര്യം, വളരെ വേദനിപ്പിക്കുന്ന ഒരു ഇത് വിട്ടുപോകേണ്ട അവസ്ഥയാണ്. വളരെയധികം വേദനിപ്പിക്കുന്ന വ്യക്തികൾ, സാഹചര്യം, മനുഷ്യർ, ജീവിത ചുറ്റുപാട്, ചിലതൊക്കെ നമുക്ക് പിന്നിൽ ഉപേക്ഷിച്ച് മുന്നിലേക്ക് പോകേണ്ട അവസ്ഥ ചിലർക്ക്, എല്ലാവർക്കുമല്ല ചിലർക്കുണ്ട്. ചിലർക്ക് അതിനൊരു ഗ്രോത്ത്, നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് ഗ്രോത്ത് ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരു റിവൈവൽ, ഒരു പുനരുജ്ജീവനം തീർച്ചയായും ഉണ്ടാവും. ഓക്കെ, അപ്പോ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഇങ്ങനെയാണെങ്കിലും നാളെ ആ സാഹചര്യമൊക്കെ മാറി അതിലേക്ക് തീർച്ചയായും നിങ്ങൾക്കൊരു പുതിയ തുടക്കം, ഒരു പുതിയ ബിഗിനിങ് തീർച്ചയായും വരും. ഇപ്പോൾ തകർന്നു എന്ന് വിചാരിച്ചാലും ചിലതൊക്കെ നാലായിട്ട് ശക്തിയോടെ അതിനേക്കാൾ ബെറ്ററായ അവസ്ഥയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായ സ്റ്റേജിൽ നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. തീർച്ചയായും നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ്, മനോഹരമായ ജീവിതം നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ അതിജീവിച്ച് മുന്നേക്ക് കടന്നു വരും. ഇപ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ താൽക്കാലികമാണ്. ആ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് വളരെ കരുത്താർജിച്ച് നിങ്ങൾ തീർച്ചയായും മുന്നോട്ട് വരും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് പോസിറ്റീവ് ബ്ലെസ്സിങ് ആയി തന്നെ നിങ്ങളിലേക്ക് വരും. ഓക്കെ, വിഷമിക്കേണ്ട. തീർച്ചയായും നല്ലൊരു ബ്ലെസ്സിങ് വന്നിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഫയൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സന്ദേശം. അപ്പോൾ നമുക്ക് ഫയൽ നമ്പർ 3 തിരഞ്ഞെടുത്തവരുടെ സന്ദേശത്തിലേക്ക് പോകാം. നമുക്ക് ഫയൽ നമ്പർ 3 തിരഞ്ഞെടുത്തവർ എന്ത് യൂണിവേഴ്സ് ഗൈഡൻസ് ആണ് ഇന്ന് യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, കുറച്ച് കാണാം. ഓക്കെ, യൂണിവേഴ്സ് ഫയൽ നമ്പർ 3 തിരഞ്ഞെടുത്തവർക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് കൊടുക്കുന്നത്? ഫയൽ നമ്പർ 3 തിരഞ്ഞെടുത്തവർക്ക് ബോട്ടം ഓഫ് ഡെക്ക്, കിങ് ഓഫ് സ്വർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാൻഡ്സ്, വാവ്. ഓക്കെ, സെക്കൻഡ് പയലായിട്ട് 10 ഓഫ് കപ്സ്, വാവ്. ഫൈവ് ഓഫ് സ്വർഡ്സ് റിവേഴ്സ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളൊക്കെ തന്നെയാണ്. വളരെ ദുഃഖത്താൽ മുങ്ങിയ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെയധികം മെൻ്റൽ ക്ലാരിറ്റിയോടെ പുറത്തേക്ക് കടക്കുന്ന ഒരാളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ഒരിക്കലും എന്ത് ദുഃഖം, എന്ത് സാഹചര്യം, സാമ്പത്തികം, ജോലി, റിലേഷൻസ്, എന്ത് തന്നെ പരാജയങ്ങൾ എന്ത് തന്നെ വന്നാലും അതിലേക്ക് അതിജീവിക്കണം എന്ന് തീരുമാനമെടുത്ത ഉറച്ച ഒരു വ്യക്തിത്വം. എന്ത് പ്രശ്നങ്ങളും വളരെ ധൈര്യത്തോടെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രശ്നങ്ങൾ ഹാൻഡ്ലിങ് ചെയ്യേണ്ട രീതി വ്യക്തമായി മനസ്സിലാക്കി പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ, വളരെ ധൈര്യശാലിയായ ഒരാളെയാണ്. എന്തൊക്കെയോ മുന്നേറണം, ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു പാഷൻ, ഡിസയർ, ഒരു ആഗ്രഹത്തിൻ്റെ തീ. ആ തീ പറയില്ലേ, ആഗ്രഹത്തിൻ്റെ കനൽ ചൂള. ആ ചൂള ഇങ്ങനെ ഊതി ഊതി ആഗ്രഹത്തിലേക്ക് കുതിച്ച് ഓടാൻ
കുതിച്ചോടാൻ തയ്യാറെടുക്കുന്ന ഒരു മനുഷ്യൻ എനിക്കിവിടെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ പ്ലാൻ ചെയ്ത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരാൾ, വളരെ പവർഫുള്ളായ ഒരാളെയാണ് എനിക്ക് നമ്പർ 3 കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങൾ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നടന്ന് ഓടുകയാണ്, ചെയ്ത് നോക്കൂ. ഈ കാർഡ് ബോട്ടം ഓഫ് ഡെക്കിൽ കാർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തെ വളരെ ചെയ്ത് മുന്നേക്ക് പോകാൻ പറ്റും. അതിനുള്ള കഴിവ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബൈ ബർത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ കീഴടക്കാനുള്ള ഊർജം, ശക്തി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ചെയ്ത് നേടുക. നിങ്ങളെ വേദനിപ്പിച്ച എന്ത് സാഹചര്യമായാലും അതിനെ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് കുതിച്ച് മുന്നോട്ട് പോവുകയാണ്. കുതിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കും. വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളെല്ലാം പിന്നിൽ ഉപേക്ഷിക്കാൻ കഴിവുള്ള, കറേജിയസ് ആയിട്ടുള്ള, വളരെ ധൈര്യശാലിയായ ഒരു മനുഷ്യനെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സാഹചര്യത്തിനും ഒരു മനുഷ്യനും നിങ്ങളെ തളർത്താൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ ഫയർ, ആ ഫയറിനെ ആർക്കും അണയ്ക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ആഗ്രഹം, ലക്ഷ്യം എന്ത് തന്നെയായാലും അത് കീഴടക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആത്മാവിനുള്ളിലെ ഈ തീ അണയാത്ത കാലത്തോളം നിങ്ങളത് നേടും. നിങ്ങളുടെ ലക്ഷ്യം, ഫിനാൻസ്, വ്യക്തിബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളത് പരിഹരിക്കും. നിങ്ങൾക്ക് അതിലൊരു ഗ്രോത്ത് ഉണ്ടാകും. നിങ്ങൾക്കതിൽ തീർച്ചയായും ആ ഗ്രോത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ പാകപ്പെടുത്തിയെടുക്കാൻ തീർച്ചയായും സാധിക്കും. നോക്കൂ, തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടി നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ, ജീവിത ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളിലേക്ക് ഒരു അടിത്തറ പാകി നിങ്ങൾ വളരെ സന്തോഷമായി ജീവിക്കും. നിങ്ങളുടെ സ്നേഹിക്കുന്ന പങ്കാളിയോടൊപ്പം വളരെ നല്ല ഒരു ജീവിതം. ഇത് സ്ത്രീയായോ പുരുഷനായോ ഒക്കെ എടുക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം, കനൽ, അത് ചെയ്ത് നിങ്ങളത് നേടും. നിങ്ങൾ നേടി മുന്നിലേക്ക് വരും. അവിടെ നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് അടിത്തറയുള്ളൊരു ജീവിതമാണ്. യൂണിവേഴ്സ് പറയുന്നതും ഓടൂ, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടൂ. നിങ്ങൾക്ക് വേണ്ടി വളരെ നല്ല നിമിഷങ്ങൾ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു. സോ ചേസ് യുവർ ഡ്രീംസ് എന്നാണ് നിങ്ങളുടെ 3-ാം പയല് തിരഞ്ഞെടുത്ത വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത്. ചേസ് യുവർ ഡ്രീംസ്. ഈ ഡ്രീംസ് ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ പാഷൻ, ആ പാഷൻ ഒരു ഫയറായി നിങ്ങളുടെ ഉള്ളിൽ ഒരു തീക്കനലായി നിൽക്കുന്നിടത്തോളം നിങ്ങൾ ആ നെവർ ഗിവ് അപ്പ്, ഓട്ടം തുടരുക. നിങ്ങൾ വിജയിക്കും. നിങ്ങൾ സ്റ്റേബിളുള്ള, കരുത്തുറ്റ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരും. അതിന് വേണ്ട കൃത്യമായ പ്ലാനിങ് എടുക്കാൻ നിങ്ങൾക്കറിയാം, ആക്ഷൻസ് എടുക്കാൻ അറിയാം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളത് ജസ്റ്റ് അതിനു വേണ്ട ബേബി സ്റ്റെപ്സ്, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുക. ധൈര്യമായി മുന്നോട്ട് പോവുക. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും. നോക്കൂ, 5 of Swords റിവേഴ്സ് ആണ്. നിങ്ങളെ വേദനിപ്പിക്കുന്ന സാഹചര്യത്തോടൊക്കെ ഗുഡ് ബൈ പറയാനുള്ള സമയം കൂടിയാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ചെയ്സ് ചെയ്യുകയാണ്. ഒരു പരുന്തിനെ പോലെ കുതിച്ചുയരുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ അഗ്നി വളരെ മുന്നേറാൻ നിങ്ങളെ ഒരു ബാക്ക് ഫയറായി നിങ്ങൾക്ക് കുതിച്ചുയരാനുള്ള അവസരങ്ങളാണ് യൂണിവേഴ്സ് ഇനി നിങ്ങൾക്ക് ലൈഫിൽ തരാൻ പോകുന്നത്. ദുഃഖിപ്പിച്ച എന്ത് സാഹചര്യമോ വ്യക്തിയോ മനുഷ്യരെയൊക്കെ തകർത്ത് മുന്നിലേക്ക് തട്ടി മാറ്റിക്കൊണ്ടാണ് നിങ്ങൾ വിജയത്തിലേക്ക് എത്താൻ പോകുന്നത്. ഷുവർ, നിങ്ങൾ എന്തായാലും വിജയത്തിലേക്ക്, സ്റ്റെബിലിറ്റിയുള്ള ഒരു ജീവിതം നിങ്ങൾ പടുത്തുയർത്തും. 100% ഉറപ്പായിട്ടും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. വളരെ നല്ല കാർഡ്സ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. വളരെ നല്ല ഗൈഡൻസ് ആണ് തന്നിരിക്കുന്നത്. ബി പോസിറ്റീവ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ഓക്കെ.